നല്ല ഏഴിന്റെ പണി കിട്ടിയ ഒരു കേക്കാണ് കേട്ടോ ഇത്. ബാപ്റ്റിസവും പിറന്നാളും രണ്ട് ഫംഗ്ഷനും കൂടി ഒരു കേക്കായിരുന്നേ. 2kgയുടെ 2 ടയർ കേക്കിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈറ്റും ബ്ലൂവും ഫോക്സ് ബോൾ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നേ. കസ്റ്റമർ രാവിലെ 11 മണിയായിരുന്നു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെയിം എഴുതുന്നത് ഫോണ്ടന്റിലായതുകൊണ്ട് തലേ ദിവസം കേക്കെല്ലാം ഐസിങ് ചെയ്ത് പിറ്റേ ദിവസം ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ട് നെയിം വെച്ച് കൊടുക്കുക എന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് നൈറ്റ് കസ്റ്റമറെ വിളിച്ചിട്ട് കേക്ക് സെറ്റ് ആയെങ്കിൽ ഇപ്പൊ കിട്ടുമോ എന്ന് ചോദിച്ചു. നെയിം കട്ട് ചെയ്തൊക്കെ വെക്കുന്നതിന് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഇപ്പൊ റെഡി ആയിട്ടില്ല, കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ എപ്പോഴാണ് റെഡി ആവുന്നത് അപ്പോൾ മെസ്സേജ് അയക്കുമെന്ന് കസ്റ്റമർ പറഞ്ഞു കേട്ടോ. രാവിലെ അവർ വന്ന് കേക്ക് എടുക്കും. അതിനു മുമ്പ് ലെറ്റേഴ്സ് എഴുതാൻ ടൈം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് നൈറ്റ് തന്നെ ഞാൻ ഫോണ്ടന്റിൽ ലെറ്റേഴ്സ് എല്ലാം കട്ട് ചെയ്ത് കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ ഫോണ്ടന്റിൽ ലെറ്റേഴ്സ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തപ്പോൾ ഒരു ഭംഗിക്കുറവ് തോന്നിയത് കൊണ്ട് അത് മാറ്റിയിട്ട് ലെറ്റേഴ്സ് മാത്രമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നൈറ്റ് 2 മണിയായി കേട്ടോ ഇതിന്റെ വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ. ഇനി രാവിലെ പാക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയല്ലോ എന്ന സമാധാനത്തിൽ കിടന്നുറങ്ങി കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കേക്ക് നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയാണിത്. ഫോണ്ടന്റ് ലെറ്റേഴ്സ് എല്ലാം മെൽറ്റായിട്ട് ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഒലിച്ചിറങ്ങിയ ഭാഗത്ത് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് ഒന്നുകൂടെ സെറ്റാക്കി എടുത്തു. ഇത് വൃത്തിയാക്കി എടുക്കാൻ തന്നെ കുറച്ച് ടൈം എടുത്തു കേട്ടോ. പിന്നെ വീണ്ടും ലെറ്റേഴ്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് കൊടുത്തതാണ്. എന്തായാലും കസ്റ്റമർ വന്നപ്പോൾ 12 മണിയായി. അതുകൊണ്ട് വീണ്ടും ഒന്ന് നീറ്റാക്കി എടുക്കാനുള്ള ടൈം കിട്ടി. ഇതിന്റെ കൂടെ 20 കപ്പ് കേക്ക്സ് കൂടി ഉണ്ടായിരുന്നേ. കപ്പ് കേക്കിൽ പിസ്ത ഗ്രീൻ കളർ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഇതുപോലെയാണ് കേട്ടോ ഈ കേക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ഫോണ്ടിൻ്റെ വർക്കുള്ള കേക്കൊക്കെ ചെയ്യുമ്പോൾ കസ്റ്റമർ ഇതുപോലെ ടൈം മാറ്റി പറയുന്നത് നമ്മൾ ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലേ. കസ്റ്റമർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ടാവില്ല, നമുക്കാണെങ്കിൽ നല്ല പണി കിട്ടുകയും ചെയ്യും.